ഗൈസ്, ഒരു ഓഫർ. നമ്മളുടെ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു ചാപ്റ്ററിൽ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഫുള്ള് പഠിപ്പിച്ചു തരാൻ പോവാ. പഠിപ്പിക്കുക മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ നിന്നും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തരാൻ പോവാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, റെഡി? അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണം, ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, ഇതിലും അധികം വേണം, ഇതൊക്കെ മേലെ വേണം. ക്രിസ്മസ് എക്സാം ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ എടാ, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോ. കുട്ടികൾ അവിടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഇങ്ങ് പോര്. റെഡി? അപ്പോൾ ഈ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം എന്താണ് ഇവിടുത്തെ ന്യൂ നമ്പർ? ന്യൂനസംഖ്യകളാണ് അല്ലെ. അതായത് 0 ആണ് ഏറ്റവും ചെറിയ നമ്പർ എന്നായിരുന്നു നമ്മളുടെ വിചാരം. പക്ഷെ അതല്ലായിരുന്നു നമ്പർ. ഏതാണ്? 0ന്റെ താഴെ -1 ഉണ്ട്, അതിലും താഴെ -2, അതിലും താഴെ -3, അതിലും താഴെ -4, അങ്ങനെ അതിലും താഴെയുള്ള ചെറിയ ചെറിയ നമ്പറുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴാണടാ ഈ ഒരു ചെറിയ നമ്പർ കിട്ടുക. അതായത് നിങ്ങളോടിപ്പോൾ പറയാണ് 3ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക? 3ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? നമ്മളിപ്പോൾ ഹർഷൽ സാറൊക്കെ പറയലുണ്ട്, പണ്ട് ഈ മാത്സിൻ്റെ ആദ്യം ഒരു 5ാം ക്ലാസ്സിലൊക്കെ 5-6 ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന മാത്സിൻ്റെ ടീച്ചർമാരുടെ പേരൊക്കെ ബിന്ദു ടീച്ചറാണ്. അങ്ങനെ ബിന്ദു ടീച്ചറാണ് നിങ്ങളുടെ ടീച്ചറെങ്കിൽ ബിന്ദു ടീച്ചർ പഠിപ്പിച്ചെന്നുണ്ടാകുക 5ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യാനാണ്. 3ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ ബിന്ദു ടീച്ചർ പഠിപ്പിച്ചില്ല. അപ്പോൾ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. 5ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്താൽ 2 ആണ്. എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ 7 - 5, 7 - 9 അങ്ങനെയാണെങ്കിലോ ഞാൻ എന്ത് ചെയ്യുന്നു? 9ൽ നിന്നും 7 സബ്ട്രാക്ട് ചെയ്യുന്നു, 2 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, 2 - 6 എന്ത് ചെയ്യുന്നു? 2 ന്ന് 6 അറിയില്ല. ബിന്ദു ടീച്ചർ പഠിപ്പിച്ചെന്നാൽ 6 ന്ന് 2 സബ്ട്രാക്ട് ചെയ്യാനാ. അപ്പോൾ 6 ന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നു, 4 ആണ്. മൈനസ് ഇട്ട് കൊടുക്കുന്നു, -4 ആയിരിക്കും ആൻസർ. സോ നമ്മളുടെ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്നും ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വീട്ടിൽ നിന്നും വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് എത്രയാണ് കിട്ടുന്നത് നോക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിച്ചാലോ? അടുത്ത വളരെ സിമ്പിൾ ആണ്. -3 + 2. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക്. -3 + 2 ഇതെങ്ങനെയാണ്? മൈനസും പ്ലസും ഇതെല്ലാം കൂടെ എങ്ങനെയാ ചെയ്യുക? ഇതിനെന്ത് ചെയ്താൽ മതി അറിയോ? ഇതിനൊന്നും കുട്ടപ്പനാക്കിയിട്ട് ആദ്യം എഴുതാം. അതായത് ആദ്യം +2, ആദ്യം -3, പിന്നെ +2. അതൊന്നും നമുക്ക് പറ്റൂല അല്ലേ. ആദ്യം +2 എഴുതുക. അതായത് 2 + 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. എന്നിട്ട് -3 എഴുതുക. 2 - 3. 2 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ന്ന് 2 പോയാൽ 1 ആണ്. മൈനസ് ഇട്ട് കൊടുക്കുന്നു, -1 ആയിരിക്കും ആൻസർ. സിമ്പിൾ. ഇനി അടുത്തത് നോക്കിയേ, -5 + 6. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവനൊന്ന് കുട്ടപ്പനാക്കി എഴുതിയാൽ 6 പിന്നെ -5 എഴുതൂ അല്ലെ. 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. റെഡി? ഇനി നോക്കാം അടുത്തത്. -3 + 1. നിങ്ങൾ എങ്ങനെ എഴുതണം? ആദ്യം കുട്ടപ്പനാക്കി എഴുതണം. 1 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. സിമ്പിൾ. എന്ത് സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ. രണ്ടാമത്തെ കാര്യവും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അതിനൊന്ന് കുട്ടപ്പനാക്കിയിട്ട് എഴുതിയിട്ട് പിന്നെ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റാളും ചെയ്യാതിരിക്കരുത്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കോൺസെപ്റ്റ്. അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ -2 - 4 എന്ന് വരും. ഇത് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താടാ? ആദ്യം 2 കുറച്ചു, പിന്നെ 4 കുറച്ചു. ടോട്ടൽ എത്രയാ അവർ കുറച്ചത്? 2 + 4, 2 + 4 അല്ലെ. 2 + 4 6 കുറച്ചിട്ടുണ്ടാവും. അതായത് -6 അല്ലെ. ഇനി -4 - 9. ആദ്യം 4 കുറച്ചു, പിന്നെ 9 കുറച്ചു. ടോട്ടൽ എത്ര കുറച്ചത്? 4 + 9 13 കുറച്ചു. -13 ആയിരിക്കും ആൻസർ. ഇനി നിങ്ങളോട് ചോദിക്കാം, -3 - 1 എത്ര? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 3 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 1 സബ്ട്രാക്ട് ചെയ്തു. ടോട്ടൽ എത്രയാടാ സബ്ട്രാക്ട് ചെയ്തത്? 3 + 1 4 സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് -4. സിമ്പിൾ. അപ്പൊ -3 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം 3 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 4 സബ്ട്രാക്ട് ചെയ്തു. ടോട്ടൽ എത്രയാണ്? 3 + 4 7 സബ്ട്രാക്ട് ചെയ്തു. റെഡി? അതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന്റെ വർക്കൗട്ട് ക്വസ്റ്റ്യൻ വേണ്ടേ? ഇതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ ബാക്കിയൊന്നും പ്രശ്നമല്ല കേട്ടോ. അത്രയും സിമ്പിൾ ചാപ്റ്ററാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നോക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ 15 വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ആ 15 ക്വസ്റ്റ്യൻസും നിങ്ങൾ കിടിലനായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്, നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ് എന്നുള്ളത്. അവിടെ ഉണ്ടാവും നിങ്ങൾക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, സ്റ്റഡി നോട്ട്സും, PYQs എല്ലാം അവിടെ ഉണ്ട്. സോ അങ്ങോട്ട് പോരും കേട്ടോ. അതിൽ കമന്റ് ബോക്സിന് മുകളിലായിട്ട് സ്റ്റഡി
ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചില കുട്ടികൾക്ക് ഉണ്ടാവും മിസ് അതൊന്നും പോരാ, ഞങ്ങൾക്ക് എന്തും കൂടെ വേണം, ഞങ്ങൾക്ക് ബേസിക്സ് മുതലേ എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെയെങ്കിൽ എടാ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിനേക്കുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ക്ലാസ് 8ന്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. 2499 ആണ് ഈ ഒരു ബാച്ച് 30-ാം തീയതി വരെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം എന്നുള്ള കുട്ടികളാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് തന്നെ പ്രീ ബൂസ്റ്റർ ബാച്ചിന്റെ ലിങ്ക് കാണാൻ പറ്റും. രജിസ്ട്രേഷൻ ലിങ്ക് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ചേരണോ ചേരണ്ടേ എന്നുള്ള ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട, രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.